ഇന്ന് നമ്മൾ പോകുന്നത് കണ്ണൂരിൽ നിന്ന് ഇരിട്ടിക്കേക്ക് പോകുമ്പോൾ പുന്നാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ശ്രീ പുന്നാട്ടപ്പൻ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്കാണ്. ഇത് നമ്മൾ പോകുമ്പോൾ തന്നെ പെങ്ങളുണ്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന കേട്ടോ. അവരെ വീട്ടിൻ്റെ അടുത്താണ് ഈ അമ്പലം. സാധാരണ നമ്മൾ ഇതുപോലെ പണി നടക്കുന്ന അമ്പലങ്ങളിലേക്കെല്ലാം പോക്ക് കുറവായിരിക്കും അല്ലേ. ഇവിടെ ശ്രീകോവിലിൻ്റെയും നമസ്കാര മണ്ഡപത്തിൻ്റെയും പണിയെല്ലാം കഴിഞ്ഞ് ചുറ്റമ്പലത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കലാണ് കേട്ടോ. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇടനാഴിയോട് കൂടിയ വട്ട ശ്രീകോവിലാണ് കേട്ടോ വരുന്നത്. നമ്മൾ പോകുമ്പോൾ നാരായണീയ പാരായണം നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കുറച്ച് സമയം അതെല്ലാം കേട്ടിരുന്നേ. എല്ലാ മാസത്തിലെയും തിരുവോണ നാളിൽ ഇവിടെ അന്നപ്രസാദം ഉണ്ടായിരിക്കും കേട്ടോ. അന്നേ ദിവസം നാരായണീയ പാരായണം ഉണ്ടാവേ. രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ ഹരേ. ഇന്നത്തെ അന്നപ്രസാദം പെങ്ങന്മാറ വകയാണ് കേട്ടോ. അപ്പോൾ അവര് ഭഗവാൻ ആദ്യം വിളമ്പി കൊടുത്തിട്ട് ആണ് ബാക്കിയുള്ളവർ കഴിക്കുവാട്ടോ. അതാണ് ഈ ചെയ്യുന്നത്. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ ചൊവ്വാഴ്ചയും ഭഗവതി സേവയും പിന്നെ എല്ലാ വ്യാഴാഴ്ചയും സമൂഹാരാധനയും ഉണ്ടാവാറുണ്ട് കേട്ടോ. സമൂഹാരാധനേൻ്റെ സമയത്ത് ചുറ്റുവിളക്കും ഉണ്ടാവാറുണ്ടേ. വർഷങ്ങൾക്ക് മുമ്പ് നശിച്ചുപോയ ഒരു അമ്പലമാണ് കേട്ടോ ഇത്. ഇപ്പോൾ ഇവിടുത്തെ നാട്ടുകാരെല്ലാവരും കൂടി ഒന്നിച്ച് നിന്നിട്ട് ഈ അമ്പലം പുതുക്കി പണിതിട്ട് നല്ല രീതിയിലാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ്. അപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ചുറ്റമ്പലത്തിൻ്റെ പണി മാത്രമേ ഉള്ളൂ കേട്ടോ. നല്ലൊരു അന്തരീക്ഷമാണ് ഇവിടെ. അടുത്ത വർഷം പ്രതിഷ്ഠ നടത്താൻ കഴിയുമെന്നാണ് ഇവിടുത്തെ നാട്ടുകാർ പ്രതീക്ഷിക്കുന്നത് കേട്ടോ. പിന്നെ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണത്തിലേക്ക് സംഭാവനയെല്ലാം കൊടുക്കാൻ താല്പര്യമുള്ളവർക്ക് കൊടുക്കാം കേട്ടോ. ഭഗവാന്റെ അനുഗ്രഹം നമ്മളെപ്പോൾ ഉണ്ടാവും കേട്ടോ അങ്ങനെ കൊടുത്താൽ. കുറച്ച് ഉൾപ്രദേശത്താണ് ഈ അമ്പലമെങ്കിലും എല്ലാ തിരുവോണ നാളിലും അന്നപ്രസാദം ഉള്ളതുകൊണ്ട് അന്നേ ദിവസം ഒരുപാട് ആൾക്കാർ ഇവിടെ വരാറുണ്ട് കേട്ടോ. പ്രാർത്ഥിച്ചിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചിട്ട്. ഇവിടുന്ന് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഭോജന മന്ത്രമെല്ലാം ചൊല്ലുന്നുണ്ട് കേട്ടോ. ഭോജന മന്ത്രം എല്ലാവരും ഓം ബ്രഹ്മാർപ്പണം ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിനാ ഓം സഹനാവവതോ സഹനൗ ഭുനക്തോ സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്യുഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശാന്തി ശാന്തി ശാന്തി. അങ്ങനെ നമ്മൾ ഭോജനമന്ത്രമെല്ലാം ചൊല്ലിയിട്ട് ഭക്ഷണം കഴിക്കാൻ പോക്കാന്നേ. ചോറും സാമ്പാറും വറവും കൂട്ടുകറിയും അച്ചാറും പിന്നെ ഇഞ്ചിക്കറി എല്ലാം കൂടിയിട്ട് നല്ലൊരു സദ്യ തന്നെയാണ് കേട്ടോ. പായസം ഉണ്ടേ. അത് ചോറ് നിന്ന് കഴിഞ്ഞിട്ടാകുമ്പോൾ ലാസ്റ്റാണ് തരുക. അമ്പലങ്ങളിൽ പോയിട്ട് ചോറ് കഴിക്കാൻ ഒരു പ്രത്യേക രസമാണല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അമ്പലങ്ങളിലെല്ലാം പോയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അങ്ങനെ നമ്മൾ ഭക്ഷണമെല്ലാം കഴിച്ചു കേട്ടോ.
ജാനു അവിടെയുള്ളവരുമായിട്ടുള്ള നല്ലോണം പരിചയമാണ് കേട്ടോ. അവിടുന്ന് നല്ല കളിയെല്ലാന്ന്. ഭക്ഷണം കഴിക്കാനൊന്നും അവൻ നമ്മുടെ അടുത്ത് ഉണ്ടായിട്ടേ ഇല്ല കേട്ടോ. അവിടെയുള്ള ഒരു അമ്മമ്മ അവന് പായസമെല്ലാം കൊടുത്ത് അങ്ങനെ പായസമെല്ലാം കുടിക്കുക ചെയ്തേ. പിന്നെ അവന് അവിടുന്ന് ഒരു കൂട്ടുകാരീനെ കിട്ടീന് കേട്ടോ കളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരുമിച്ച് കുറേ സമയം കളിക്കുകയെല്ലാം ചെയ്ത് നമ്മൾ കുറേ സമയം അവിടെ ഇരുന്ന് വർത്താനെല്ലാം പറഞ്ഞിട്ടാണ് കേട്ടോ വീട്ടിലേക്ക് മടങ്ങിയത്.